സുഖല്ലേ? അയ്യോ, ഇപ്പോൾ ഉത്തരമൊന്നും കിട്ടില്ല എനിക്കറിയാം, പക്ഷെ ഞാനൊരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. സുഖല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് നല്ല പരിചയം ഉണ്ടെങ്കിലും കുറച്ച് പരിചയമുള്ളതെന്ന് വെച്ചാലും നമ്മൾ അങ്ങനെ പറഞ്ഞു പോവുക, സുഖല്ലേ? ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സുഖമാണ്, നമുക്കും സുഖം, അവർക്കും സുഖം. സുഖം, അതാണ് നമ്മുടെ തലയിൽ ഓൾറെഡി ബേസിക്കായിട്ട് വയർ ചെയ്ത് വെച്ചേക്കണ ഒരു ആറ്റിറ്റ്യൂഡ്. നമുക്കെല്ലാം സുഖമായിരിക്കണമെന്ന്. പക്ഷെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നാലോ? ദുഃഖം വന്നാലോ? വേദന വന്നാലോ? സഹനം വന്നാലോ? കുരിശ് വന്നാലോ? അപ്പോൾ പൊട്ടയാണോ? അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയല്ല ശരിക്കും. അൽഫോൻസമ്മ ഇങ്ങനെ ചോദിച്ചിരുന്നു, സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയായിരുന്നു. വളരെ കുറച്ച് വിശുദ്ധരെ അങ്ങനത്തെയൊക്കെ പറയണ കേട്ടിട്ടുള്ളൂ. അൽഫോൻസമ്മ ഓരോ സമയവും സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹനങ്ങളിങ്ങനെ തന്നോ, ഞാൻ സഹിച്ചോളാം, എന്നിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് കാഴ്ചവെക്കുമായിരുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിലേ നമുക്കും ആ രീതിയിൽ ചെയ്യാം. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അൽഫോൻസമ്മയുടെ മൈൻഡിൻ്റെ വയറിങ്ങിൽ സഹനം എന്ന് പറയുന്ന സാധനം ഏത് പേഴ്സ്പെക്റ്റീവിലാണ് അൽഫോൻസമ്മ കണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കണത് ഇങ്ങനെയാണ്. അൽഫോൻസമ്മ മനസ്സിലാക്കി, ഈശോ ദൈവമായിരുന്നിട്ടും ഭൂമിയിൽ വന്ന് കുരിശിൽ പീഡ സഹിച്ച് മരിച്ചത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ ആയിട്ട് അൽഫോൻസമ്മയ്ക്ക് വളരെ ഡീപ്പ് പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ അൽഫോൻസമ്മ ഇങ്ങനെ മനസ്സിലാക്കി, അൽഫോൻസമ്മയുടെ സഹനങ്ങൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് സഹിച്ചിട്ടുണ്ടെങ്കിൽ അൽഫോൻസമ്മയ്ക്കും ധാരാളം ആത്മാക്കളെ രക്ഷിക്കാമെന്ന്. ഈ ആറ്റിറ്റ്യൂഡോട് കൂടെ അൽഫോൻസമ്മ സഹനങ്ങൾ എടുത്തത് കൊണ്ടാണ് അൽഫോൻസമ്മയ്ക്ക് കൂടുതൽ സഹനങ്ങൾ ഇങ്ങനെ പോന്നോട്ടെ. അതുമാത്രമല്ല, അൽഫോൻസമ്മ ഇങ്ങനെയും കൂടി വിചാരിച്ചു, ഈശോയുടെ രക്ഷാകര പ്രവൃത്തി ഒരു പ്രൊജക്റ്റായിട്ട് വിചാരിച്ചു. ആ പ്രൊജക്റ്റിൽ പങ്കുചേരേണ്ടത് അൽഫോൻസമ്മയാണ്. അൽഫോൻസമ്മ ഇങ്ങനെ ഈശോയുടെ സഹനത്തോടുകൂടി ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ ആ പ്രൊജക്റ്റ് പാർട്ട്ണർ ആവുകയാണ് ചെയ്യണത്. അപ്പോൾ എങ്ങാനും ഒരു ദിവസം ഈ അൽഫോൻസമ്മ വിചാരിക്കണത്രയും സഹനം അൽഫോൻസമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അൽഫോൻസമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഈശോയെ എന്തെന്ന് എനിക്ക് സഹനമൊന്നും തരാഞ്ഞേ, എന്തെന്ന് ഒരു അസൈൻമെൻറ്റും കിട്ടാഞ്ഞേ, എനിക്കിന്ന് പ്രൊജക്റ്റ് പാർട്ട്ണർ ആവണ്ടേ? അങ്ങനെയൊക്കെ നോക്കൂ, നമുക്കും അൽഫോൻസമ്മയുടെ കൂടെ ആവാം കേട്ടോ. ഈ പറയണ തിയറിയൊക്കെ സഹനം വരണ നേരത്തെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ് ഒന്ന് റീവയർ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കും അൽഫോൻസമ്മയുടെ പോലെ ഓരോ കുഞ്ഞു സഹനങ്ങൾ, നമുക്ക് വരണ സഹനം വലിയതൊന്നും ആവണമെന്നില്ല. ചിലപ്പോൾ രോഗങ്ങൾ, ചിലപ്പോൾ കയ്യിലിരിപ്പ് കാരണം വരുന്ന സഹനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈശോയുടെ സഹനത്തോടു കൂടെ ചേർത്ത് അത് ഓരോന്നും കാഴ്ചവെക്കാം. ഈശോയുടെ സഹനത്തിന് ഒരു പേർപ്പസ് കൊടുത്തു, അതേപോലെ നമുക്കും നമ്മുടെ സഹനത്തിന് ഒരു ഇൻറ്റൻഷൻ ഈശോ കൊടുത്ത അതേ പേർപ്പസ് കൊടുക്കാം. ഇതിപ്പോൾ റീസൈക്ലിങ്ങിൻ്റെ കാലമാണല്ലോ. നമ്മളൊന്ന് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ സഹനം നമ്മൾ വേസ്റ്റ് ചെയ്ത് കൂട്ടുന്നുണ്ട്. നമുക്ക് ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വേസ്റ്റ് ചെയ്യണ സഹനം ഓരോന്നും നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഈശോയോട് കൂടെ ചേർത്ത് വെച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാം. വളരെ വലിയ പെയിനാണെങ്കിൽ നമുക്ക് കുറേ അധികം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് കാഴ്ചവെക്കാം. നമുക്കും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യത്നിച്ച് ഓരോ ദിവസവും വരുന്ന കുഞ്ഞു സഹനങ്ങൾ എടുത്ത് ഈശോയോട് കൂടെ അൽഫോൻസമ്മ ചെയ്തതുപോലെ ഈശോയുടെ ഈ പ്രൊജക്റ്റ്, ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ പാർട്ട്നേഴ്സായി മാറാം. നമുക്കതിനൊരു ഈസി ടിപ്പുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മളോട് ആരെങ്കിലും സുഖല്ലേ എന്ന് ചോദിക്കണ നേരത്ത് സുഖാണെന്നൊക്കെ പറഞ്ഞോ, പക്ഷെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ആ സമയം തന്നെ ഓക്കെ, ഞാൻ എത്രമാത്രം എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് ഇൻറ്റൻഷൻ വെച്ച് അത് സഹിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. സഹനത്തിൻ്റെ വേദന കുറയില്ല കേട്ടോ, പക്ഷെ നമുക്ക് ഓരോ സമയത്തും സഹനത്തിന് ഒരു പേർപ്പസ് കൊടുക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി തീരും.